എനിക്ക് ആകെ ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണ്. ഈ കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അവരെന്നെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഏതൊക്കെ വിധത്തിൽ എന്നെ ഒഴിവാക്കാവോ ആ ഒരു രീതിയിൽ എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജീവ് ചന്ദ്രശേഖറിന് ഞാൻ കൊടുത്ത പരാതി, അതിൻ്റെ വൈരാഗ്യമാണ് ഇവരെന്നോട് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കുകയാണ്. ഞാൻ എൻ്റെ മെൻ്റൽ കപ്പാസിറ്റി കൊണ്ടിട്ടാണ് ഞാൻ ഈ പ്രശ്നങ്ങൾ, ഞാൻ 2014 മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണിതൊക്കെ. ഈ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാൻ നിയമം പഠിച്ച് ഞാൻ ഈ ഒരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ എൻ്റെ മേലുള്ള ആക്രമണമാണ്. ഇതിനൊക്കെ BJP സപ്പോർട്ടാണ്. ഞാൻ RSS നേതാക്കന്മാർക്ക് പരാതി കൊടുത്തു. ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി ഉണ്ടായോ? എന്തെങ്കിലും ആശ്വാസം? ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം വരെ നിഷേധിക്കപ്പെടുകയാണ്. ഞാനൊരു എൻ്റെ ഇന്ത്യൻ പൗരത്തെ തന്നെയാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എൻ്റെ ആധാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഇന്ത്യൻ പൗരത്വം അതവർക്ക് ഇല്ലാതാക്കണം. അതാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഈ താങ്കൾ ശാരീരികമായി തന്നെ ചില അതിക്രമങ്ങൾ നേരിട്ടു എന്ന് പറഞ്ഞാണ് BJP സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകിയത്. അതിനുശേഷമാണ് ഇത്രയും കൂടുതൽ. അതെ അവരെ എൻ്റെ പുറകെ നടന്ന് എന്നെ ഉപദ്രവിക്കുക. ഞാൻ വോട്ടർ പട്ടികയിൽ എൻ്റെ 2015-ലും 2020-ലും എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. അവർ റിമൂവ് ചെയ്തു. ഇതേപോലെ സമാനമായിട്ടുള്ള അവർ റിമൂവ് ചെയ്തു. പക്ഷെ ഞാനത് അറിഞ്ഞത് വൈകിയാണെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ എന്നെ ഒരു തരത്തിലും പാലക്കാട് ജില്ലയിലെ എന്നെ താമസിപ്പിക്കില്ല എന്ന് അവർ ശക്തമായിട്ട് പ്രതിജ്ഞ ചെയ്ത പോലെയാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അമ്മ മിനിക്കെതിരെ മത്സരിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഭയന്നിട്ടാണ് അവർ ചെയ്യുന്നത്? അവരുടെ ഭയം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ള, അവർക്കെതിരെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ എന്നുള്ളൊരു ഭയം അവർക്കുള്ളിൽ കിടക്കുകയാണ്. എൻ്റെ അമ്മ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞു, ഞങ്ങൾക്ക് ജയിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയല്ല. പക്ഷേ ഇത് സമൂഹത്തിൻ്റെ മുന്നിൽ ഇവരുടെ അതിക്രമം, ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഇവർക്ക് രാജകീയമായിട്ട് ഏകാധിപതിയായിട്ട് വാഴണമെന്നാണ് ഇവർ പറയുന്നത്. ആർക്കും യാതൊരു അവകാശവും പാടില്ല, അവർക്ക് മാത്രമാണ് അവകാശമുള്ളൂ. ആ ഒരു രീതിയിൽ വന്നപ്പോൾ സ്വന്തം കുടുംബത്തിലും ഈ കാര്യങ്ങൾ ചെയ്യുന്നു, സമൂഹത്തിലും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ അതെല്ലാം തുറന്നു പറഞ്ഞത്. അതിനുവേണ്ടി മാത്രം പറഞ്ഞത്. അല്ലാണ്ട് ഇനിയൊരു മത്സരത്തിനൊന്നും ഞാൻ ഇല്ല, എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല. ഞാനൊരു അഭിഭാഷകയാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ജോലികൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളാണ്. പിന്നെ ഇവരിത് ചെയ്തിരിക്കുന്ന വേറൊരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ റെപ്യൂട്ടേഷനെ കളങ്കം വരുത്തുക. ഞാൻ കളവായിട്ട് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി, ഇത് ആധാർ ഇഷ്യൂ ചെയ്തത് വരെ 2013 എൻ്റെ ഫാദർ ജീവിച്ചിരിക്കുന്ന സമയത്താണ്. എൻ്റെ ഫാദറിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് ഈ ആധാർ എനിക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുണ്ടായിട്ട് പോലും ഞാൻ കളവായിട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഡോക്യുമെൻ്റ് കളവായിട്ടുണ്ടാക്കി അവരുടെ ഓണർഷിപ്പിലുള്ള ബിൽഡിങ്ങിൽ അവരുടെ കൺസെൻറ്റില്ലാണ്ട് ഞാൻ അവിടെ താമസിക്കുന്നു. അത് മാത്രമല്ല, മൂന്ന് വ്യക്തികളെ കൂടി ഇവരുടെ നിർദ്ദേശപ്രകാരം, ഒരു വൺ മിസ്റ്റർ സുവർണൻ, പിന്നെ വൺ മിസ്റ്റർ രവീന്ദ്രൻ, പിന്നെ ഒരാളുടെ ശബരിഗിരി, ഈ 3 പേരെ കൊണ്ട് ആക്ഷേപം കൊടുപ്പിച്ചിരിക്കുകയാണ് മുനിസിപ്പൽ അതോറിറ്റീസിൻ്റെ മുന്നിൽ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത് നടക്കില്ല. അത് ഞാൻ ഏത് വിധേനയും ഞാനത് തടയും.